ഇന്നൊരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുക. ടോപ്പ് ഭാഗത്ത് ഷോൾഡർ വരുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് വിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു 1/2 ഇഞ്ച് വിട്ട് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് ഞാൻ 5.5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത്. ആ 5.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു താഴോട്ട് സ്ലോപ്പായിട്ട് വരയ്ക്കാം. സ്ലോപ്പായിട്ട് കിട്ടാൻ വേണ്ടി 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം 1000 ഇഞ്ചിലോട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഷോൾഡർ ചെരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1/2 ഇഞ്ചിലോട്ട് വേണം 5.5 ഇഞ്ച് അളന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അവിടെ നിന്നും ആ 5.5 ഇഞ്ചിൽ നിന്നും വേണം താഴോട്ട് കൈക്കുഴിക്കായിട്ട്. ഞാൻ 6 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ചെക്ക് ചെയ്യണം 5.5 ഇഞ്ച് തന്നെയാണോ ആ വിട്ട് ഉള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ശേഷം ആ കൈക്കുഴിയിലോട്ട് 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്, അതിലോട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ചെസ്റ്റ് പോർഷൻ ഞാൻ എടുത്തിരിക്കുന്നത് 9.5 ഇഞ്ചാണ് എൻ്റെ അളവ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. തയ്യൽ തുമ്പിനായിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇടാം. നമ്മൾ കൈക്കുഴി വെട്ടാനായിട്ട് ഇത് 1 ഇഞ്ച് എടുത്ത് ഇതുപോലെ വരച്ച് അവിടെ നമുക്ക് ആ ഒരു സ്ലോപ്പായിട്ട് കർവായിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ കർവ് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് കഴുത്ത് ഷോൾഡർ ഞാൻ 2.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 2.25 ഇഞ്ച് ഷോൾഡർ വിട്ട് എടുത്തിട്ടുണ്ട്. ആ 2.25 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് താഴോട്ട് കഴുത്തിന് എത്രയാണ് ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് 7.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത്. ആ 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഏത് ഡിസൈനാണ് വേണ്ടത് അതുപോലെ നിങ്ങൾക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം കട്ട് ചെയ്യുമ്പം വിത്ത് ലൈനിങ് ആണെങ്കിൽ ലൈനിങ്ങിൽ വേണം ആദ്യം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനെടുത്തിരിക്കുന്ന നെക്ക് ഡിസൈൻ ഇതാണ്. ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ പോയിൻറ്റിലോട്ടൊരു ലൈൻ വരച്ച് കൊടുക്കുക. ശേഷം നെക്കിൻ്റെ പോയിൻറ്റും ഇതും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു പാറ്റേണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നെക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുറിച്ചെടുക്കാവുന്നതാണ്. ശേഷം നമുക്കിത് ടോട്ടൽ ലെങ്ത് നോക്കാം. 14 ഇഞ്ചാണ് വേണ്ട ടോട്ടലിൽ വേണ്ട ലെങ്ത്. ആ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കുക. അങ്ങനെ 14.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടി തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയെടുക്കുക. അങ്ങനെ ടോട്ടൽ നമുക്ക് 16 ഇഞ്ച് കിട്ടും. ആ 16 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് അടിഭാഗത്തെ അളവും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 8.5 ഇഞ്ചാണ് അടിഭാഗത്തെ വിട്ട് വേണ്ടത്. അത് മാർക്ക് ചെയ്ത് കൊടുത്തു. ശേഷം ഒരു 1.5 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. ഈ അളവിൽ വേരിയേഷൻ വരും. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം തയ്യൽ തുമ്പായിട്ട്. ശേഷം നമുക്ക് ഈ ലൈൻ തമ്മിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. നമുക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യാം. നമുക്കിവിടെ 10 ഇഞ്ചാണ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്. 10 ഇഞ്ച് എടുത്തു. ഇവിടുന്ന് 4 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് വിട്ട് ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം താഴെയും ഒരു 4 ഇഞ്ച് സെയിം അളവ് തന്നെ 4 ഇഞ്ച് വിട്ട് ആ 2 പോയിൻ്റ് തമ്മിൽ ബന്ധിപ്പിച്ചെടുക്കുക. ഇനി ആം ഹോളിൻ്റെ അങ്ങോട്ട് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. ഒട്ടും മുകളിലോട്ടും ഒത്തിരി താഴോട്ടും ആയി പോകാൻ പാടില്ല. ഒരു വര നമുക്ക് വരച്ചെടുക്കാം. ഇനി ആ വരയുടെ 2 ഇഞ്ചിലും 2 വശത്ത് ഒരു 1/4 ഇഞ്ച് വീതം നമുക്ക് വിട്ട് മാർക്ക് ചെയ്തെടുക്കാം.
അത് ആ പോയിന്റിലോട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ യോജിപ്പിച്ച് വരയ്ക്കുക. ഒത്തിരി താഴെയും ഒത്തിരി മുകളിലുമായിട്ട് ആയിപ്പോകാൻ പാടില്ല. കറക്റ്റായിട്ട് അത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി താഴ്ഭാഗത്ത് ഇത് ആ 4 ഇഞ്ച് നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് 4 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചൊക്കെ എടുത്താൽ മതിയാകും. 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ഇതിൻ്റെ ഇവിടെ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചോളം നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോകും. അതുപോലെ തന്നെ ഇപ്പുറത്ത് വശത്തും നമുക്ക് ഇച്ചിരി തയ്യൽ തുമ്പായിട്ട് പോകും. അവിടെ നമുക്കൊരു 2 ഇഞ്ച് മുകളിലോട്ട് വരയ്ക്കാം. ശേഷം ഈ പോയിന്റിൽ നിന്ന് ആ ലൈനിലോട്ട് ആ 2 ഇഞ്ചിലോട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കരുത്, ഇതുപോലെ കർവ് ചെയ്ത് വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പോർഷൻ കട്ട് ചെയ്തു പോകുന്ന പോർഷനാണ്. നമ്മൾ ലാസ്റ്റ് മുറിച്ചെടുക്കുമ്പോൾ ആ പോർഷൻ കട്ട് ചെയ്ത് പോകും. നമുക്ക് ടോട്ടൽ വേണ്ടത് 8.5 ഇഞ്ചാണ്. 4 ഇഞ്ച് എടുത്തു, ആ 2 ഇഞ്ച് കട്ട് ചെയ്ത് പോകും. പിന്നെയുള്ള 4.5 ഇഞ്ച്, അങ്ങനെ 8.5 ഇഞ്ച് കറക്റ്റ് ഉണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പിനായിട്ടൊരു 2 ഇഞ്ചും കൂടെ വിട്ട് കൊടുത്ത് മാർക്ക് ചെയ്യാം. ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നമ്മൾ ആ 14 ഇഞ്ച് ടോട്ടൽ ലെങ്ത് എടുത്തപ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തില്ലേ, ആ 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നമുക്ക് ഒന്ന് ചെരിച്ച് വരയ്ക്കാം. അത് നമ്മുടെ ഈ സൈഡ് വശം തൂങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെരിച്ച് വരയ്ക്കുന്നത്. അങ്ങനെ നമുക്ക് ചെരിച്ച് വരച്ചെടുക്കാം. ഇത്രയാണ് മാർക്കിങ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. താഴ്ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ സ്ട്രെയിറ്റ് ലഡ ചെരിച്ച് വരച്ച് 1/2 ഇഞ്ചിലൂടെ നമ്മൾ ചെരിച്ച് വരച്ചില്ലേ, അതിലൂടെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കട്ട് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. ഈ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വശവും ആം ഹോളിൻ്റെ അവിടെ വരുന്ന ഈ ഒരു വശവും നമ്മൾ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി മറക്കരുത്. ആ പോർഷനും കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. മിഡിൽ പോർഷൻ ഇതുപോലെ നമുക്ക് കിട്ടും. സൈഡ് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ സൈഡ് പോർഷൻ അതിനോട് ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 വശവും ആ ഷേപ്പ് അനുസരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ വെച്ചിട്ടായിരിക്കും അടിച്ചെടുക്കുന്നത്. ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ തിരിച്ച് ആ അറ്റം ചേർത്ത് അടിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ആ കപ്പിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ അളവെടുത്ത് കട്ട് ചെയ്യാനായിട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.